നമസ്കാരം. ഇന്ത്യയുടെ ഭൂപടം കാണുമ്പോൾ അതൊരു രാജ്യമാണ്, അല്ലേ? പക്ഷെ അവിടെ ജീവിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യുമ്പോഴോ അതൊരു ഭൂഖണ്ഡം പോലെയാണ്. മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ തൊട്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ വരെ. അപ്പോ ഇന്ത്യയുടെ അത്ഭുതപ്പെടുത്തുന്ന ഭൂപ്രകൃതിയിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? ദേ, ഈ ഭൂപടത്തിലേക്കൊന്ന് നോക്കിക്കേ. ഒറ്റനോട്ടത്തിൽ ഇതൊരു രാജ്യമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരു ഉപഭൂഖണ്ഡമാണ്. ഏകദേശം യൂറോപ്പിന്റെ അത്രയും വരും വലിപ്പത്തിൽ. ഈ ഒരു വലിപ്പം തന്നെയാണ് ഇന്ത്യയുടെ അവിശ്വസനീയമായ വൈവിധ്യത്തിന്റെ ആദ്യത്തെ കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. എങ്ങനെയാണ് ഒരൊറ്റ രാജ്യം ഒരു ഭൂഖണ്ഡത്തിന്റെ സ്വഭാവം കാണിക്കുന്നത്? ഈ യാത്രയുടെ അവസാനമാകുമ്പോഴേക്കും നമുക്കിതിനൊരു ഉത്തരം കിട്ടും. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയുമോ? അങ്ങ് വടക്കുനിന്ന്, ലോകത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് തന്നെ. അതെ, ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന്. ഈ ഭൂപടം ഒന്ന് നോക്കിയേ. ഇതിലെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രകൃതി ഭാഗങ്ങൾ കാണാം. കണ്ടോ, ആ വടക്കു ഭാഗത്തൊരു കൂറ്റൻ മതിലുപോലെ നിൽക്കുന്നത്? അതാണ് ഹിമാലയം. ഈ പർവ്വതനിരകളുടെ ഗാംഭീര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇവയൊക്കെ വളരെ ചെറുപ്പമാണ്. പക്ഷേ ഉയരത്തിന്റെ കാര്യത്തിൽ ഇവയെ വെല്ലാൻ ആരുമില്ല. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ച് രൂപപ്പെട്ട, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീമൻ. അപ്പോൾ ഹിമാലയത്തിന്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്. അതായത് ഇതൊരു പർവ്വതം മാത്രമല്ല, വടക്കുനിന്ന് വരുന്ന കൊടും തണുപ്പിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കോട്ടയാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ജീവനാഡികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള മഹാനദികൾക്ക് ജന്മം നൽകുന്നതും ഇതേ ഹിമാലയം തന്നെയാണ്. ശരി, ഇനി നമുക്ക് ഹിമാലയത്തിൽ നിന്ന് താഴേക്കിറങ്ങി വരാം. ഹിമാലയം തന്നെ സൃഷ്ടിച്ച വിശാലമായ സമതലങ്ങളിലേക്ക്. ഇതാണ് ഇന്ത്യയുടെ ഹൃദയഭൂമി. ഈ സമതലങ്ങളെ നമ്മൾ എക്കൽ സമതലങ്ങൾ എന്ന് വിളിക്കും. എന്താ കാരണം? സിമ്പിളാണ്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിവരുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളില്ലേ, അവ ആയിരക്കണക്കിന് വർഷങ്ങളായി കൊണ്ടുവന്നിടുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയാണ് ഇവയുണ്ടായത്. അതുകൊണ്ടാണ് ഇവിടം ഇത്രയധികം ഫലഭൂയിഷ്ടമായതും. ഈ മാപ്പ് നോക്കൂ, ആ ബന്ധം വളരെ ക്ലിയറാണ്. പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികൾ എങ്ങനെയാണ് ഈ പച്ചപ്പ് നിറഞ്ഞ സമതലങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോ? നൂറ്റാണ്ടുകളായി എത്രയെത്ര മഹത്തായ സംസ്കാരങ്ങളാണ് ഇവിടെ വളർന്നുവന്നത്. അപ്പോൾ ഇനി വീണ്ടും തെക്കോട്ട് നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗത്തേക്കാണ്. അതിന്റെ പുരാതനമായ ഹൃദയത്തിലേക്ക്, ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക്. ഇവിടെയാണ് കഥ മാറുന്നത്. ഹിമാലയം ഒരു ചെറുപ്പക്കാരനെപ്പോലെയാണെങ്കിൽ ഈ പീഠഭൂമി ഒരുപാട് കണ്ടറിഞ്ഞ ഒരു മുത്തശ്ശനെപ്പോലെയാണ്. കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടതിന്. അതുകൊണ്ടുതന്നെ ഇവിടെ ഹിമാലയത്തിലെപ്പോലെ കുത്തനെയുള്ള കൊടുമുടികളില്ല. പകരം കാലം മിനുക്കിയെടുത്ത ഉരുണ്ട കുന്നുകളും വിശാലമായ താഴ്വരകളുമാണ് കാണാൻ കഴിയുക. നമ്മുടെ പഴയ ഭൂപ്രകൃതി മാപ്പിലേക്ക് ഒന്നൂടെ വരാം. ഇത്തവണ നമ്മുടെ ഫോക്കസ് ആ നടുക്കുള്ള പീഠഭൂമിയിലാണ്. കണ്ടില്ലേ, അതിന്റെ രണ്ട് സൈഡിലായി കാവൽക്കാരെപ്പോലെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നിൽക്കുന്നത്. ഈ ഒരു ഘടനയാണ് തെക്കേ ഇന്ത്യയുടെ രൂപം തന്നെ തീരുമാനിക്കുന്നത്. കരയിലെ കാഴ്ചകൾ മതി, ഇനി കുറച്ച് കടൽക്കാറ്റ് കൊള്ളാം, അല്ലേ? ഇന്ത്യയ്ക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമുണ്ട്. പിന്നെ കടലിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ദ്വീപുകളും. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന് നമ്മുടെ വിശാലമായ തീരദേശമാണ്, മറ്റേത് കടലിന് നടുക്കുള്ള ഒറ്റപ്പെട്ട ദ്വീപുകളാണ്. രണ്ടും ഇന്ത്യ തന്നെ. ഈ വൈവിധ്യം അതിരുകളില്ലാത്തതാണ്. ഇന്ത്യക്ക് പ്രധാനമായിട്ടും രണ്ട് ദ്വീപ് സമൂഹങ്ങളാണുള്ളത്. ഒന്ന് അറബിക്കടലിലെ ലക്ഷദ്വീപ്. ഇത് പവിഴപ്പുറ്റുകൾ ചേർന്നുണ്ടായതാണ്. മറ്റേത് ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ കടലിനടിയിലുള്ള ഒരു പർവ്വതനിരയുടെ മുകൾ ഭാഗമാണ്. രണ്ടും രണ്ട് ലോകങ്ങൾ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇന്ത്യയുടെ സ്ഥിരമായ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്, അല്ലേ? മലകളും പുഴകളും പീഠഭൂമികളുമൊക്കെ. പക്ഷേ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഉപഭൂഖണ്ഡത്തിലെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചലനാത്മകമായ ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. അതെ, മൺസൂൺ. ഇന്ത്യയുടെ യഥാർത്ഥ ധനകാര്യമന്ത്രി എന്ന് മൺസൂണിനെക്കുറിച്ച് പറയാറുണ്ട്. അത് വെറുതെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥയെയും കൃഷിയെയും സംസ്കാരത്തെ വരെ നിയന്ത്രിക്കുന്നത് ഈ മൺസൂണാണ്. അപ്പോൾ എന്താണ് ഈ മൺസൂൺ? സിമ്പിളായി പറഞ്ഞാൽ കാറ്റിന്റെ ഡയറക്ഷൻ മാറുന്ന ഒരു കളിയാണ്. ഈ മാപ്പുകൾ നോക്കിയാൽ മതി. തണുപ്പ് കാലത്ത് കാറ്റ് കരയിൽ നിന്ന് കടലിലേക്ക് പോകും. അതുകൊണ്ട് മഴയില്ല. ചൂടുകാലത്തോ നേരെ തിരിച്ച് ഈർപ്പം നിറഞ്ഞ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നല്ലേ? വേനലിൽ ഇന്ത്യൻ കര നന്നായി ചൂട് പിടിക്കുമ്പോൾ അവിടുത്തെ വായുവും ചൂടായി മുകളിലേക്ക് ഉയരും. അപ്പോൾ അവിടെ ഒരു ന്യൂനമർദ്ദം, അതായത് ഒരു ലോ പ്രഷർ ഉണ്ടാവും. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റിനെ ഒരു ഭീമൻ വാക്യൂം ക്ലീനർ പോലെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. ആ കാറ്റാണ് നമുക്ക് മഴ തരുന്നത്. ഈ മൺസൂണിന്റെ പവർ എത്രയാണെന്നറിയാൻ ഈ ഒരു കണക്ക് മതിയാവും.
400 സെന്റിമീറ്ററിൽ കൂടുതൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ചില സ്ഥലങ്ങളിൽ ഒരു വർഷം പെയ്യുന്ന ശരാശരി മഴയുടെ അളവാണിത്. ഒന്ന് ഓർത്തു നോക്കൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മഴ എല്ലായിടത്തും ഒരുപോലെയല്ല കിട്ടുന്നത്. ഈ മഴയുടെ വിതരണ ഭൂപടം നോക്കിയാൽ അറിയാം, പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ തകർത്തു പെയ്യും. അതുകൊണ്ടാണ് അവിടെയൊക്കെ നല്ല കടും നിറം കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്കെത്തുമ്പോൾ ഇന്ത്യയുടെ 2 മുഖങ്ങൾ ഒന്നുകൂടി കാണാം. ഒരു വശത്ത് ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിക്കുന്ന ചുട്ടുപൊള്ളുന്ന താർ മരുഭൂമി. അതേസമയം മറുവശത്തു നോക്കിയാലോ, വർഷം മുഴുവൻ പച്ചപ്പിൽ കുളിച്ചു നിൽക്കുന്ന ഇടതൂർന്ന മഴക്കാടുകൾ. ഒരേ രാജ്യത്താണ് ഈ 2 തീവ്രമായ ലോകങ്ങളും നിലനിൽക്കുന്നത്. ഇതുതന്നെയല്ലേ ഇന്ത്യയെ ഒരു രാജ്യത്തിനപ്പുറം ഒരു ഉപഭൂഖണ്ഡമെന്ന് വിളിക്കുന്നതിന്റെ കാരണവും? അപ്പോ ഹിമാലയം പോലെയുള്ള ഭീമാകാരമായ ശക്തികളാൽ രൂപം കൊണ്ട വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു നാട്. ഇന്ത്യയുടെ ഭൂതകാലത്തെ അതിന്റെ ഭൂപ്രകൃതി ഒരുപാട് സ്വാധീനിച്ചു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ഈ സവിശേഷമായ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്താൻ പോകുന്നത്?